ദൈവം നിങ്ങളെ ഭയങ്കരമായി മനസ്സിലാക്കുന്നവനാണ്. കർത്താവ് നമ്മളെ മനസ്സിലാക്കിയില്ലായിരുന്നെങ്കിൽ, കർത്താവ് നമ്മളെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ, ഈ 2025 എന്ന വർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ നന്മകളൊന്നും നമ്മൾ കാണത്തില്ലായിരുന്നു. നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ കാരണം, നമ്മുടെ ജീവിതം മാനിക്കപ്പെട്ടതിൻ്റെ കാരണം കർത്താവ് നമ്മളെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അൺകണ്ടീഷണലാണ്. അത് കണ്ടീഷൻസ് ഇല്ലാത്ത സ്നേഹമാണ്. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും ലോയല്ല, അത് നിയമപരമായ ഒരു സ്നേഹമല്ല. കർത്താവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്ന സ്നേഹമാണ്, ആഴത്തിൽ നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹമാണ്. അതുകൊണ്ടാണ് യേശു ശിമോൻ പത്രോസിനോട് ചോദിച്ചത്, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പീറ്റർ പറയുകയാണ്, ഓ കർത്താവേ, എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ തള്ളിപ്പറഞ്ഞ് ആണയിട്ട് പ്രാഗി പടകും വലയും എടുത്ത് വീണ്ടും മത്സ്യബന്ധനത്തിന് പോവുകയും മറ്റുള്ള ശിഷ്യന്മാരെയും കൂടെ അതിനകത്ത് വിളിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്ത ഈ പത്രോസിനെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് അപ്പോസ്തലന്മാരിൽ ശ്രേഷ്ഠനാക്കി മാറ്റി